നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞാണ് അവൾ ആ വീട്ടിൽ നിന്നിറങ്ങിയത്. പക്ഷേ അങ്ങനെ പറഞ്ഞിറങ്ങിയ ആ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. കേരളം ഒന്നടക്കം ആ 12 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. ആകാംക്ഷയും മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യം കേരളത്തെ ഒന്നാകെ ഭയപ്പെടുത്തിയ നിമിഷങ്ങൾ. ആ കുഞ്ഞ് എങ്ങോട്ട് പോയി എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. 8ാം ക്ലാസ്സുകാരിയെ തിരികെ കൊണ്ടുവരുന്നത് അങ്ങ് മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ്. എങ്ങനെ അവിടെ വരെ പോയി എന്നുള്ള ചോദ്യത്തിനാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി 25കാരനായിട്ടുള്ള ഒരു ഐസ്ക്രീം വിൽപ്പനക്കാരനൊപ്പം നാട് വിട്ടിരിക്കുന്നു. ജൂലൈ 25-ന് കാണാതായ 12 വയസ്സുകാരി പെൺകുട്ടിയെ 25കാരനായിട്ടുള്ള യുവാവിനൊപ്പം മഹാരാഷ്ട്രയിലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. എങ്ങനെയാണ് ഈ കുഞ്ഞിന് ഇത്രയും വലിയ ധൈര്യം വന്നത്? എങ്ങനെയാണ് ആ 25കാരൻ്റെ വലയിൽ ഈ കുഞ്ഞ് വീണത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എവിടെയാണ് പിഴച്ചത്? അധ്യാപകർക്കോ, മാതാപിതാക്കൾക്കോ, അതോ നമ്മുടെ ചുറ്റുപാടുകൾക്കോ, സമൂഹത്തിനോ? എന്തായാലും വളരെ വലിയ ഞെട്ടിക്കുന്ന തരത്തിലാണ് ആ കുഞ്ഞിൻ്റെ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാഗ്യവശാൽ ആ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ജീവൻ തിരിച്ചു കിട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണ്. അതായത് ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവൾ എങ്ങോട്ട് പോയി എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മാതാപിതാക്കൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവൾ അവൻ ആരുമായിക്കോട്ടെ, ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു ചെറിയൊരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചുറ്റുപാടിലെ ഒരാൾ പോലും അവളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്കകൾ. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടിയാണ് ഈ കുട്ടിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. പിടിച്ച് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയതല്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ പറഞ്ഞ മഴയ്ക്ക് ആ കുഞ്ഞിനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ എവിടെയാണ്, ഏത് സിസ്റ്റത്തിനാണ് പിഴവ് വന്നത് എന്നത് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കേരളക്കരയ്ക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ആ 12കാരിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുമ്പോഴും ആ 25കാരൻ്റെ വലയിൽ വീണ 12കാരിയുടെ മാനസികാവസ്ഥ അതെങ്ങനെയാണ് അവിടെ വരെ എത്തിയത് എന്നുള്ള ഒരു ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നത്. ജൂലൈ 25-ന് കാണാതായ 12കാരിയായിട്ടുള്ള പെൺകുട്ടിയെ 25കാരനൊപ്പം ജൂലൈ 29-ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അന്വേഷണത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള ആലുവ ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് പെൺകുട്ടിയെയും യുവാവിനെയും സുരക്ഷിതമായിട്ട് തന്നെ വീണ്ടെടുത്തത് എന്നുള്ളത് കയ്യടിക്ക് അർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ജൂലൈ 25-ന് ശനിയാഴ്ച കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാൻ എന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടിയാണ് കാണാതാകുന്നത്. രാവിലെ പോയ കുട്ടിയെ കാണാനില്ല എന്ന വിവരം രാത്രി 8:30 ആയിട്ടും കുട്ടി തിരികെ വരാതിരുന്നതോടെയാണ് സംശയം എന്നുള്ള രീതിയിൽ വീട്ടുകാർ മനസ്സിലാക്കുന്നതും ആ കുഞ്ഞിനെ തിരഞ്ഞ് വീട്ടുകാർ ആ വീട്ടിൽ നിന്നിറങ്ങുന്നതും. രാത്രി 10 മണിയോടെ വിവരം ലഭിച്ച പോലീസ് ഉടൻ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പെൺകുട്ടി വീട് വിട്ടിറങ്ങിയപ്പോൾ വലിയമ്മയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായതിനാൽ തുടക്കത്തിൽ തന്നെ പോലീസിന് ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പെൺകുട്ടിയുടെ സഹപാഠികളെയും കൂട്ടുകാരെയും കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പെൺകുട്ടിക്ക് ഒരു കൂട്ടുകാരനുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. സഹപാഠികൾ ഒരാൾ കാണിച്ചു കൊടുത്ത ഇൻസ്റ്റഗ്രാം ഫോട്ടോയാണ് പിന്നീട് ഈ അന്വേഷണത്തിന് വഴിത്തിരിവായത്. ഫോട്ടോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓച്ചിറ ക്ലാപ്പന സ്വദേശിയായ അഭിജിത്ത് എന്ന് പറയുന്ന 25കാരന് കുട്ടിക്കൊപ്പം ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. കുടുംബവുമായി അകന്നു കഴിയുന്ന ഇയാൾ മുനമ്പം ഭാഗത്ത് ഐസ്ക്രീം കച്ചവടം നടത്തുകയായിരുന്നു. ഈ സമയത്താണ് പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നതെന്നാണ് വിവരം. മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓണായത് അവർ കണ്ടെത്തി. യുവാവിൻ്റെ ഇൻസ്റ്റഗ്രാം ID വഴി പോലീസ് സന്ദേശം അയച്ച് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയും അന്വേഷണത്തിന് വേഗം നൽകുകയും ചെയ്തു. ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ കാസർഗോഡും തുടർന്ന് മംഗലാപുരത്തും മുംബൈയിലും ഫോൺ ഉപയോഗിച്ചതായി തെളിഞ്ഞു. മുംബൈയിലെ താനെ, ആന്ധേരി, ധാരാവി, ചേരി പ്രദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഇടങ്ങളിലേക്കാണ്
ഇവർ പോയിരിക്കുന്നതെന്ന് ലൊക്കേഷൻ മാപ്പ് കാണിക്കുന്നു. പോലീസ് ഉടൻ തന്നെ മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെയും കുട്ടിയുടെയും വിവരങ്ങൾ അടങ്ങിയ ക്രൈം കാർഡുകൾ തയ്യാറാക്കി അയച്ചു കൊടുത്തു. എന്നാൽ ഇരുവരും തിരിച്ചുള്ള യാത്രയിലാണെന്ന് ലൊക്കേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച പോലീസ് അന്വേഷണം മറ്റൊരു ഗതിയിലേക്ക് കൊണ്ടുപോയി. ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് ഇവർ സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തിയ പോലീസ് പിന്നീട് അന്വേഷണം അത്തരത്തിലാക്കി. മുംബൈ താനെയിൽ നിലയുറപ്പിച്ച കേരള പോലീസ് സംഘത്തോട് പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ഉടൻ തന്നെ നിർദ്ദേശം നൽകി. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് പോലീസ് സംഘം പൂനെയിലെത്തുന്നു. വെർ ഈസ് മൈ ട്രെയിൻ ആപ്പിലൂടെ ട്രെയിനിന്റെ തത്സമയ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത പോലീസ് ട്രെയിൻ നിർത്തിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി തിരച്ചിൽ നടത്തി പെൺകുട്ടിയെയും അഭിജിത്തിനെയും കണ്ടെത്തി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്വേഷണം തൃപ്തികരമല്ല എന്നും മെല്ലപ്പൊക്കാണ് എന്നൊക്കെ ആരോപിച്ച് കുട്ടിയുടെ കുടുംബം രംഗത്തുണ്ടായിരുന്നെങ്കിലും അതേ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടിയെ കണ്ടെത്തിയ രീതി അത് പോലീസിന് അഭിനന്ദനം നേടിക്കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രതിയായ അഭിജിത്തിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് മുന്നോട്ടു പോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ കാണാതെ പോകുമ്പോൾ മാതാപിതാക്കൾ കാണിക്കുന്ന വേവലാതിയുടെയും സ്നേഹത്തിന്റെയും 100ൽ ഒരു അംശം പോലും അവർ ഒപ്പം ഉണ്ടാകുമ്പോൾ കാണിക്കുന്നില്ല എന്നാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ദിവസവും കുഞ്ഞുങ്ങളോട് സംസാരിക്കാനും അവരെ നിരീക്ഷിക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. എങ്കിൽ ഒരു കുട്ടിയും വഴിതെറ്റി പോകില്ല എന്ന് DYSP ബാബുക്കുട്ടൻ പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് പാരന്റിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ നേർചിത്രമാണ്. എന്തായാലും വലിയൊരു ദുരന്ത വാർത്ത ആയേക്കാവുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ പോലീസ് ക്ലിയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ആശ്വാസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പക്ഷേ സമാന രീതിയിൽ മറ്റൊരു സംഭവം ഇതേപോലെ തന്നെ മറ്റൊരു നാട്ടിൽ നടന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതായത് ഒരു കുട്ടി പുസ്തകം വാങ്ങാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും പിന്നീട് അവളെ കാണാതായതോടെ അവളെ തിരഞ്ഞിറങ്ങിയ നാട്ടുകാർ അയാൾ കണ്ടെത്തുന്നത് ആ കുഞ്ഞിൻ്റെ മൃതദേഹമാണ്. ആ കുഞ്ഞിനെ ആരോ ബലമായിട്ട് ലൈംഗികാതിക്രമം ചെയ്തിരുന്നു. പിന്നീട് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് സംശയം തോന്നിയ നാട്ടുകാർ ഒരാൾക്ക് നേരെ തിരിയുന്നു. അവസാനം അയാൾ കുറ്റം സമ്മതിക്കുന്നു. അതായത് ആ പെൺകുട്ടിയെ അയാൾ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത്. പിന്നീട് നാട്ടുകാർ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും അടിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതായത് കുട്ടികളുടെ ആ ഒരു കുഞ്ഞു മനസ്സിനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ വലയവിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നിരവധി ആളുകൾ കഴുകൻ കണ്ണുമായിട്ട് നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ള നേർചിത്രമാണ് ഇത്തരം വാർത്തകളും സംഭവങ്ങളൊക്കെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ പ്രധാനമായും പറയാനുള്ളത്.